സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കളക്ടർമാരിൽ ഒരാളായിരുന്നു അർജുൻ. സത്യസന്ധതയും കരുണയും കൊണ്ട് എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. ഒരു ദിവസം ഒരു പഴയ അനാഥാലയത്തിൻ്റെ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം എത്തി. അവിടുത്തെ മുഖ്യാതിഥിയായിരുന്നു അദ്ദേഹം. കാർ അനാഥാലയത്തിൻ്റെ ഗേറ്റിലെത്തി. കുട്ടികൾ പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ട്രസ്റ്റിമാരും നാട്ടുകാരും അദ്ദേഹത്തെ വേദിയിൽ കൊണ്ടുപോകാൻ റെഡിയായി. അപ്പോഴാണ് അർജുൻ്റെ കണ്ണ് അടുക്കള ഭാഗത്തേക്ക് പോയത്. അവിടെ ഒരു വൃദ്ധ പാത്രങ്ങൾ കഴുകുകയായിരുന്നു. പഴകിയ സാരിയും ക്ഷീണിച്ച ശരീരവും. പക്ഷെ ആ മുഖം എവിടെയോ കണ്ടതുപോലെ തോന്നി. അർജുൻ കുറച്ചുനേരം അവരെ നോക്കി നിന്നു. പിന്നീട് പതുക്കെ അവരുടെ അടുത്തേക്ക് നടന്നു. വൃദ്ധ തലയുയർത്തി നോക്കി. ഒരു നിമിഷം അർജുൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ എന്ന് വിളിച്ചു അവൻ അവരുടെ കാൽക്കൽ വീണു. അവിടെ നിന്നിരുന്ന എല്ലാവരും ഞെട്ടിപ്പോയി. സാർ, എന്താണിത്? ആർക്കും ഒന്നും മനസ്സിലായില്ല. അർജുൻ എഴുന്നേറ്റു. കണ്ണുനീരോടെ പറഞ്ഞു, ഇന്ന് ഞാൻ കളക്ടറാണെങ്കിൽ അതിന് കാരണം ഈ അമ്മയാണ്. എല്ലാവരും നിശബ്ദരായി. അദ്ദേഹം ആ കഥ പറയാൻ തുടങ്ങി. 20 വർഷങ്ങൾക്ക് മുൻപ് 5 വയസ്സുള്ള ഒരു അനാഥ കുട്ടിയായിരുന്നു അർജുൻ. അന്ന് അവിടെ പാചകക്കാരിയായി ജോലി ചെയ്തിരുന്നത് ഈ അമ്മയായിരുന്നു, ലക്ഷ്മിക്കുട്ടിയമ്മ. ശമ്പളം വളരെ കുറവായിരുന്നു. എങ്കിലും സ്വന്തം മകനെ പോലെ അർജുനെ നോക്കി. വിശന്നിരുന്ന ദിവസങ്ങൾ ഭക്ഷണം കൊടുത്തും അസുഖം വന്നാൽ രാത്രി മുഴുവൻ കാവലിരുന്നും ഈ അമ്മ എന്നെ ശുശ്രൂഷിച്ചു. സ്കൂളിൽ പോകാൻ പുസ്തകമില്ലാതിരുന്നപ്പോൾ സ്വന്തം സ്വർണ്ണക്കമ്മൽ പണയം വെച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്തു. ഒരു ദിവസം ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു, മോനെ, നന്നായി പഠിക്കണം, വലിയ ആളാകണം. അപ്പോൾ ഈ അമ്മയെ മറക്കരുത്. അർജുൻ അത് മനസ്സിൽ സൂക്ഷിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു സമ്പന്ന ദമ്പതികൾ അർജുനെ ദത്തെടുത്തു. പുതിയ ജീവിതം തുടങ്ങി. പഠനത്തിൽ മിടുക്കനായ അവൻ ഒടുവിൽ IAS നേടി. പക്ഷേ ഈ അമ്മയെ അന്വേഷിക്കാൻ പലതവണ ശ്രമിച്ചിട്ടും കണ്ടെത്താനായില്ല. ഇന്ന് വിധി വീണ്ടും അവരെ ഒരുമിപ്പിച്ചു. അർജുൻ വേദിയിലേക്ക് കയറി മൈക്കെടുത്തു. ഈ അനാഥാലയത്തിന് ഞാൻ 50 ലക്ഷം രൂപ സംഭാവന നൽകുന്നു. കയ്യടികൾ മുഴങ്ങി. പക്ഷേ അതിലും വലിയ ഒരു പ്രഖ്യാപനമുണ്ടായിരുന്നു. ഇന്നു മുതൽ ഈ അമ്മ ഒറ്റയ്ക്കല്ല, എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. എൻ്റെ അമ്മയായി. ലക്ഷ്മി അമ്മയുടെ കണ്ണുകളിൽ സന്തോഷ കണ്ണുനീർ നിറഞ്ഞു. അവിടെയുണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറഞ്ഞു. അർജുൻ അമ്മയുടെ കൈപിടിച്ച് വേദിയിൽ നിന്ന് ഇറങ്ങി. അന്ന് ആ അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കി. നമ്മൾ ചെയ്യുന്ന നന്മ ഒരിക്കലും നഷ്ടമാകില്ല. ഒരു ദിവസം അത് നമ്മളിലേക്ക് തന്നെ തിരികെ വരും.